സഹ്യാദ്രിയുടെ നീലക്കുന്നുകൾ അതിരിടുന്ന പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഒരു സുന്ദര ഗ്രാമമായിരുന്നു മണിമംഗലം. തെളിനീരൊഴുകുന്ന പുഴയും പച്ച വിരിച്ച പാഠശേഖരങ്ങളും ആ നാടിൻ്റെ ഐശ്വര്യമായിരുന്നു. എന്നാൽ ആ ഗ്രാമത്തിൻ്റെ വടക്കേ അതിർത്തിയിൽ ആകാശം മുട്ടുന്ന മലനിരകൾക്കിടയിൽ ഭീതിയുടെ ഒരു കരിനിഴൽ വീണു കിടന്നിരുന്നു. മടക്കൻ കാവ്. പകൽ വെളിച്ചത്തിൽ പോലും അങ്ങോട്ട് നോക്കാൻ ഗ്രാമവാസികൾ ഭയന്നു. വള്ളിച്ചെടികൾ കെട്ടിപ്പിടഞ്ഞു കിടക്കുന്ന വന്യമൃഗങ്ങളുടെ ഓരിയിടലുകൾ മുഴങ്ങുന്ന ആ കാടിനുള്ളിൽ എന്തോ ഒരു നിഗൂഢ ശക്തിയുണ്ടെന്ന് പഴമക്കാർ വിശ്വസിച്ചു. ആ ഗ്രാമത്തിലെ ഒരു കൊച്ചു കുടിലിലാണ് മാധവൻ താമസിച്ചിരുന്നത്. ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചുപോയ മാധവന് ലോകത്താകെയുള്ളത് അവൻ്റെ അമ്മ മാത്രമാണ്. അമ്മയുടെ വാത്സല്യമായിരുന്നു അവൻ്റെ കരുത്ത്. എന്നാൽ വിധി ക്രൂരമായിരുന്നു. പെട്ടെന്നൊരു ദിവസം അമ്മ ബോധരഹിതയായി വീണു. വൈദ്യന്മാർ വന്നു നോക്കി കൈമലർത്തി. അപൂർവമായ ഒരു രോഗമാണ്. ഇതിന് പ്രതിവിധി മലനിരകൾക്ക് അപ്പുറമുള്ള പച്ചില മരുന്നുകളാണ്. പക്ഷേ അതിന് വലിയൊരു തുക ചിലവ് വരും, വൈദ്യർ വിധിച്ചു. ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിലായിരുന്ന മാധവന് ആ തുക ചിന്തിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. കയ്യിലുണ്ടായിരുന്ന ആഭരണങ്ങളും പാത്രങ്ങളും വിറ്റിട്ടും ഒന്നും നടന്നില്ല. അമ്മയുടെ ശ്വാസം ഓരോ നിമിഷവും നിലയ്ക്കുന്നത് കണ്ടു നിൽക്കാനാവാതെ മാധവൻ തളർന്നു. അപ്പോഴാണ് ഗ്രാമത്തിലെ പടുകൂറ്റൻ ആൽമര ചുവട്ടിലിരുന്നു കൊണ്ട് ഒരു കാരണവർ ആ പഴയ കഥ വീണ്ടും പറയുന്നത് അവൻ കേട്ടത്. മടക്കൻകാവിൻ്റെ ഹൃദയഭാഗത്തൊരു നീലക്കല്ലുണ്ട്. പണ്ട് ഏതോ ഒരു സിദ്ധൻ തപസ് ചെയ്ത് നേടിയെടുത്ത മാന്ത്രിക കല്ല്. അത് കൈവശമുള്ളവന് ലോകത്തെ ഏത് വ്യാധിയും മാറ്റാം, ഏത് ദാരിദ്ര്യവും അകറ്റാം. പക്ഷേ മടക്കൻകാവ് ആരെയും എളുപ്പത്തിൽ കടത്തിവിടില്ല. ആ നീലക്കല്ല് തേടി പോയവരാരും മടങ്ങി വന്നിട്ടുമില്ല. ഇത് കേട്ടപ്പോൾ മാധവൻ്റെ ഉള്ളിൽ ഒരു തീപ്പൊരി പടർന്നു. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ പോകും, അവൻ ഉറപ്പിച്ചു. അമ്മയുടെ വിറയ്ക്കുന്ന കൈകൾ ചേർത്തു പിടിച്ച് അവൻ പറഞ്ഞു, അമ്മേ, ഞാൻ പോയി മരുന്നുമായി വരും. മകൻ മടങ്ങി വരുന്നത് വരെ അമ്മ ഇവിടെ കാത്തിരിക്കണം. കണ്ണ് നിറഞ്ഞൊഴുകുന്ന അമ്മയെ നോക്കി ഒരു തുണിസഞ്ചിയും മഴുവും കയ്യിലേന്തി മാധവൻ ആ ഭയാനകമായ കാട്ടിലേക്ക് നടന്നു. കാടിൻ്റെ അതിർത്തി കടന്നപ്പോൾ തന്നെ അന്തരീക്ഷം തണുത്തുറഞ്ഞു. വലിയ മരങ്ങൾക്കിടയിലൂടെ ചീവീടുകളുടെ നിർത്താതെയുള്ള കരച്ചിൽ ഒരു വല്ലാത്ത ഭീതി ജനിപ്പിച്ചു. കരിയിലകൾക്കിടയിലൂടെ അജ്ഞാതരായ ജീവികൾ ഇഴയുന്ന ശബ്ദം. പെട്ടെന്ന് കാടിൻ്റെ വിജനതയിൽ ഒരു ദീനരോധനം മാധവൻ കേട്ടു. ഭയമുണ്ടായിരുന്നെങ്കിലും അവൻ ആ ശബ്ദം ലക്ഷ്യമാക്കി നീങ്ങി. അവിടെ വലിയൊരു മരക്കൊമ്പ് വീണ് കാലൊടിഞ്ഞു കിടക്കുന്ന ഒരു വൃദ്ധനെ അവൻ കണ്ടു. മോനെ, എന്നെ രക്ഷിക്കണേ, എന്നെ സഹായിക്കണേ, വൃദ്ധൻ കിതച്ചുകൊണ്ട് പറഞ്ഞു. മാധവൻ വൈകിച്ചില്ല. തൻ്റെ സർവ്വശക്തിയും എടുത്ത് അവൻ ആ ഭാരമേറിയ മരം മാറ്റി. തൻ്റെ മുണ്ടിൻ്റെ ഒരു കഷ്ണം കീറി വൃദ്ധൻ്റെ മുറിവിൽ വെച്ച് കെട്ടിക്കൊടുത്തു. വൃദ്ധൻ എഴുന്നേറ്റിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കമുണ്ടായിരുന്നു. അത് മാധവൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ഈ കാട്ടിനുള്ളിലേക്ക് അങ്ങനെ ആരും വരാറില്ല. പക്ഷേ നീ വന്നതെന്തിനാണെന്ന് എനിക്കറിയാം. എല്ലാവരും സ്വാർത്ഥതയുമായാണ് വന്നത്. പക്ഷേ നീ എന്തിനാണ് ഇവിടെ വന്നത്? എനിക്ക് നിന്നെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഇതാ ഈ ചെമ്പ് മോതിരം നിന്റെ കയ്യിൽ വെച്ചോളൂ. ഈ കാട് നിന്നെ പരീക്ഷിക്കും. നിന്റെ മനസ്സ് പതറുന്ന നിമിഷം നീ പരാജയപ്പെടും. പക്ഷേ നീ കാണുന്നതൊന്നും സത്യമല്ല. ഈ വാക്കുകൾ മാത്രം നിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായാൽ മതി. അത് പറഞ്ഞുകൊണ്ട് വൃദ്ധൻ ഒരു ചെമ്പ് മോതിരം മാധവൻ്റെ കയ്യിൽ നൽകി. അയാൾ പറയുന്നത് കേട്ട് മാധവൻ ഞെട്ടിത്തെറിച്ച് അയാളെ തന്നെ നോക്കി നിന്നു. വൃദ്ധൻ ഒരിക്കൽ കൂടി പറഞ്ഞു, നിന്റെ മനസ്സ് പതറുന്ന നിമിഷം നീ പരാജയപ്പെടും. ഓർക്കുക, നീ കാണുന്നതൊന്നും സത്യമല്ല. അത് പറഞ്ഞു തീരും മുൻപേ വൃദ്ധൻ അവിടെ നിന്നും അപ്രത്യക്ഷമായി. മാധവൻ ചുറ്റും നോക്കി. അയാളെ കണ്ടെത്താനായില്ല. മാധവൻ യാത്ര തുടർന്നു. പെട്ടെന്ന് ആകാശം കറുത്തിരുണ്ടു. പേമാരി പെയ്യാൻ തുടങ്ങി. കാറ്റിൽ മരങ്ങൾ നൃത്തം വെച്ചു. മാധവൻ ധൈര്യം സംഭരിച്ചുകൊണ്ട് മുന്നോട്ട് തന്നെ നീങ്ങി. കുറേ ദൂരം ചെന്നപ്പോൾ മിന്നൽ പിണരുകൾക്കിടയിൽ മാധവൻ കണ്ടു. തൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഒരു ഭീമാകാരനായ കരിമ്പുലിയാണ്. അതിൻ്റെ നഖങ്ങൾ നിലത്തുരസുന്നു. മാധവൻ പിന്തിരിഞ്ഞോടിയില്ല. എന്തെന്നില്ലാത്ത ഒരു ധൈര്യം അപ്പോൾ അവന് തോന്നി. അവൻ വിരലിലെ മോതിരം അമർത്തിപ്പിടിച്ചു. അമ്മയെ മനസ്സിലോർത്തു. അത്ഭുതം! മോതിരത്തിൽ നിന്ന് ഒരു നീല വെളിച്ചം പുറപ്പെടുന്നു. ആ വെളിച്ചം തട്ടിയതും കരിമ്പുലി ഒരു പുകമറ പോലെ മാഞ്ഞുപോയി. അതൊരു മായയായിരുന്നു. മാധവൻ വീണ്ടും മുന്നോട്ട് പോകുന്തോറും കാട് കൂടുതൽ വശ്യമായി വന്നു. പെട്ടെന്ന് മാധവൻ കണ്ട കാഴ്ച അവനെ അമ്പരിപ്പിച്ചു. ഒരു പുഴയുടെ തീരത്ത് വജ്രങ്ങളും വൈഢൂര്യങ്ങളും സ്വർണ്ണ നാണയങ്ങളും കുന്നുകൂടി കിടക്കുന്നു.
ഇതിൽ കുറച്ചെടുത്താൽ എനിക്ക് അമ്മയെ ചികിത്സിക്കാം, ബാക്കി സുഖമായി ജീവിക്കാം. ആ മാരകമായ കല്ലിന് വേണ്ടി ഇനി എന്തിന് ഞാൻ കാട് കയറണം? അവൻ്റെ മനസ്സ് മന്ത്രിച്ചു. അവൻ ഒരു നാണയം എടുക്കാനായി കൈനീട്ടി. പെട്ടെന്ന് അമ്മയുടെ രോഗാതുരമായ മുഖം അവൻ്റെ ഓർമ്മയിൽ വന്നു. അമ്മയ്ക്ക് വേണ്ടത് മരുന്നാണ്, സമ്പത്തല്ല. പെട്ടെന്ന് അവൻ ഓർത്തുകൊണ്ട് അവൻ്റെ കൈ പിൻവലിച്ചു. എന്നിട്ടവൻ അതെടുക്കാതെ മുന്നോട്ടേക്ക് നീങ്ങി. ആ നിമിഷം ആ സ്വർണമെല്ലാം കരിയിലകളായി മാറി. വൃദ്ധൻ പറഞ്ഞ കാര്യം അപ്പോൾ വീണ്ടും അവൻ ഓർത്തു. അങ്ങനെ രണ്ടാമത്തെ പരീക്ഷണത്തിലും അവൻ വിജയിച്ചു. ഒടുവിൽ നടന്ന് അവനൊരു വലിയ ഗുഹാമുഖത്തെത്തി. അവിടെ വായുവിന് പോലും കരി പിടിപ്പിച്ച മണമായിരുന്നു. ഗുഹയ്ക്കുള്ളിൽ നിന്ന് ഒരു ഗർജനം കേട്ടു. 5 തലയുള്ള ഒരു കൂറ്റൻ സർപ്പം ആ മാന്ത്രിക കല്ലിന് ചുറ്റും കാവൽ നിൽക്കുന്നു. ആ നീലക്കല്ല് അതിൻ്റെ തിളക്കത്തിൽ അവൻ്റെ കണ്ണ് ചിമ്മി. ആ കല്ലിന് കാവൽ നിൽക്കുന്ന 5 തലയുള്ള സർപ്പത്തിൻ്റെ കണ്ണുകളിൽ നിന്നും അഗ്നി പുറപ്പെടുന്നുണ്ടായിരുന്നു. മാധവനെ കണ്ടതും ആ സർപ്പം ചോദിച്ചു, മനുഷ്യ, നീ എന്തിനിവിടെ വന്നു? എൻ്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്, മാധവൻ വിറയ്ക്കാതെ പറഞ്ഞു. ഈ കല്ല് വേണമെങ്കിൽ നിന്റെ ഒരു കണ്ണ് എനിക്ക് നൽകണം. നിന്റെ കാഴ്ച തന്നാൽ ഈ കല്ല് നിനക്ക് കൊണ്ടുപോകാം, സർപ്പം പറഞ്ഞു. മാധവൻ ഒരു നിമിഷം ആലോചിച്ചു. കാഴ്ച പോയാൽ പിന്നെ തനിക്ക് അമ്മയെ കാണാൻ സാധിക്കില്ല. പക്ഷേ തനിക്ക് കാഴ്ചയുണ്ടായിട്ട് അമ്മ മരിച്ചു പോയാൽ അതുകൊണ്ട് എന്തു ഗുണം? സമ്മതമാണ്, മാധവൻ ഉറക്കെ പറഞ്ഞു. മാധവൻ തൻ്റെ കണ്ണുകൾ നൽകാൻ സമ്മതിച്ചു. അവൻ തൻ്റെ കണ്ണ് നൽകാൻ തയ്യാറായി സർപ്പത്തിൻ്റെ മുന്നിലേക്ക് നീങ്ങി നിന്നു. പെട്ടെന്ന് ഗുഹ പ്രകമ്പനം കൊണ്ട് സർപ്പവും ഗുഹയും അപ്രത്യക്ഷമായി. മാധവൻ ഇപ്പോൾ നിൽക്കുന്നത് ശാന്തമായ ഒരു താഴ്വരയിലാണ്. അവൻ്റെ മുന്നിൽ ആ പഴയ വൃദ്ധൻ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ തിളങ്ങുന്ന ആ മാന്ത്രിക കല്ലുണ്ടായിരുന്നു. മാധവ, നിന്റെ ത്യാഗബുദ്ധിയാണ് ഈ കല്ലിനേക്കാൾ വലിയ ശക്തി. നീ എല്ലാ പരീക്ഷകളിലും വിജയിച്ചു. ഇനി നിനക്ക് കാഴ്ചയും നഷ്ടപ്പെടില്ല, നിന്റെ അമ്മയും രക്ഷപ്പെടും. ഒരു സ്വപ്നത്തിൽ നിന്നുണർന്നെന്ന പോലെ മാധവൻ അയാളുടെ മുഖത്തേക്ക് നോക്കി നിന്നു. വൃദ്ധൻ ആ നീലക്കല്ല് മാധവന് നൽകി. മാധവൻ കാടിന് പുറത്തേക്ക് അതുമായി ഓടി. ഒടുവിൽ അവൻ ഗ്രാമത്തിലേക്കെത്തി. ഗ്രാമത്തിലെത്തി തൻ്റെ വീട്ടിലെത്തിയപ്പോൾ കണ്ടത് ശ്വാസമറ്റ നിലയിൽ കിടക്കുന്ന തൻ്റെ അമ്മയെയാണ്. അതിനു ചുറ്റും ഗ്രാമീണർ നിന്ന് കരയുകയായിരുന്നു. മാധവൻ ഓടിച്ചെന്ന് ആ മാന്ത്രിക കല്ല് അമ്മയുടെ നെഞ്ചിൽ വെച്ചു. ഒരത്ഭുതം പോലെ ഒരു നീല വെളിച്ചം അമ്മയുടെ ശരീരത്തിലേക്ക് പടർന്നു. അമ്മ കണ്ണുകൾ തുറന്നു മാധവനെ കെട്ടിപ്പിടിച്ചു. ഗ്രാമം മുഴുവൻ സന്തോഷത്തിലായി. ആ കല്ല് പിന്നീട് മാധവൻ ഗ്രാമത്തിലെ പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചു. പാടങ്ങളിൽ വിളവ് കൂടി, ഗ്രാമത്തിലെ രോഗങ്ങൾ മാറി. പക്ഷേ മാധവൻ ആ കല്ലിനെ ഒരിക്കലും ഒരു സ്വത്തായി കണ്ടില്ല. അവൻ തൻ്റെ അധ്വാനം കൊണ്ട് ജീവിച്ചു. മടക്കൻകാവ് പിന്നീട് ഒരു പേടി സ്വപ്നമായിരുന്നില്ല, മറിച്ച് ധൈര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകമായി മാറി. മാധവൻ്റെയും മാന്ത്രിക കല്ലിൻ്റെയും കഥ മണിമംഗലത്തെ കാറ്റിൽ ഇന്നും ഒരു മന്ത്രം പോലെ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു.